പത്തനംതിട്ടയിലേക്കാണ്. മഴ വീണ്ടും ശക്തിപ്പെടുകയാണ്. പമ്പാ നദിയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നു. സത്രക്കടവിൽ റോഡിനടുത്ത് വരെ വെള്ളമെത്തി. പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടശ്ശേരിക്കരയിലെ കുമ്പളത്താമണിൽ മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, എന്താണ് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം? വിവിധ ആറുകളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്ക് ആണോ കാര്യങ്ങൾ എത്തിയത്? അനുജ, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായെങ്കിലും രാവിലെയോടെ മഴ വീണ്ടും ശക്തിപ്പെടുകയായിരുന്നു. എന്തായാലും ജില്ലയിലെ വിവിധ നദികൾ നിലവിൽ ജലനിരപ്പ് വലിയ തോതിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അച്ചൻകോവിലാറ്, പമ്പ നദി എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. നിലവിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഈ രണ്ട് നദികളിലും ഉണ്ടായിട്ടില്ല. പക്ഷേ മണിമലയാറിൽ കുറച്ചധികം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ നിലവിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ നദികളിലെ ജലനിരപ്പ് അപകടകരമായ തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. പക്ഷേ നദിയിലെ ജലം ക്രമാതീതമായി ഉയരുന്നത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. എന്തായാലും ഈ വരും മണിക്കൂറുകളിലെ മഴയെ ആശ്രയിച്ചായിരിക്കും നദികളിലെ ജലനിരപ്പിൻ്റെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും വനത്തിൽ ഉൾപ്പെടെ കൂടുതൽ മഴ ലഭിക്കുന്നത് നദികളിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഇക്കാര്യത്തിൽ പറയുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ജില്ലയിലില്ല. പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴ പത്തനംതിട്ടയിൽ വീണ്ടും സജീവമാവുകയാണ്. അനുജ, ശരി, പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴയാണ്. പമ്പയിലും മണിമലയാറ്റിലും അച്ചൻകോവിലാറ്റിലുമൊക്കെ വെള്ളം ഉയരുകയാണ് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.